എല്ലാവർക്കും ലിറ്റൂസ് വീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തെ കഴിഞ്ഞ ദിവസം തങ്കയങ്കി ഉത്സവത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിലെ ഉത്സവം തങ്കയങ്കി വന്ന് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് 26 അല്ലെങ്കിൽ 27 ദിവസത്തിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചിറക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവം വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും ഏട്ടനും പിള്ളേർ 2 പേരും, ഞങ്ങളുടെ കസിൻ എല്ലാവരും കൂടി ഉത്സവത്തിന് പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ പിന്നെ ലിയോ കുട്ടൻ ഏട്ടനുണ്ടെങ്കിൽ പിന്നെ ആരെയും വേണ്ട കേട്ടോ, അവനെ എടുക്കണം, ഏട്ടൻ തന്നെ എടുക്കണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നടന്നാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പം ഞങ്ങൾ എഴുന്നള്ളത്ത് വരുന്നതിന് മുമ്പ് ഒന്ന് അമ്പലത്തിൽ കയറി തൊഴാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണേ. എഴുന്നള്ളത്ത് വരാൻ താമസമുണ്ട്. ആ സമയം കൊണ്ടൊന്ന് ഒന്ന് പോയി തൊഴുതിട്ട് വന്നിട്ട് ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് ഇരിക്കുവാണേ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയാം, എടാ അടങ്ങിയിരിക്കണം, നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞേക്കും. ആദ്യക്കുട്ടനും ഉണ്ടേ. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. വന്ന് ഉത്സവം ആനയെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ് 2 പേരെ. അതിൻ്റെ ഇടയിൽ ഇവന്മാർക്ക് കളിപ്പാട്ടവും വാങ്ങിച്ചു കൊടുത്ത് പിന്നെ 2 പേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. എഴുന്നള്ളത്ത് വരാൻ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്മാരെ എങ്ങനെയായാലും നടക്കിയിരുത്തണമല്ലോ. അപ്പം അവിടുത്തെ ഇതാണ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ നിന്നത്. എൻ്റെ ഇടയിൽ പാട്ടൊക്കെ കേട്ടപ്പം 2 പേരും കൂടെ ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നോക്കിയിരുന്നപ്പോഴത്തേക്ക് എഴുന്നള്ളത്ത് വന്നു. അപ്പോഴേ നിങ്ങളൊന്ന് ഉത്സവം ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഞാൻ എൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ അത് ബോറായിരിക്കും.
ഉത്സവ വൈബ് എല്ലാവർക്കും കണ്ട് ഇഷ്ടമാണെന്ന് ഞാൻ ഇഷ്ടമായെന്ന് കരുതുന്നു. കാരണം മുമ്പത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം തീരെ കുറവായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ ഉത്സവമല്ലേ, എങ്ങനെയാ പോയി കാണാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലതായിരുന്നു, ഫ്ലോട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, അത് കഴിഞ്ഞിട്ട് ഗാനമേളയായിരുന്നു, പിള്ളേരെ കൊണ്ട് പാടായതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.